നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും പനി വന്നാൽ ഭയങ്കര കെയറിങ് ആയിരിക്കും അല്ലേ. നിസ്കരിക്കാതെ കിടക്കുകയാണ്. 10-15 വയസ്സായ കുട്ടികൾ, +2നും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കൾ, ഉറങ്ങിക്കോട്ടെ, ഇന്നലെ എക്സാമിന് പഠിച്ചതല്ലേ, ക്ഷീണം ഉണ്ടാവും. സുബഹിക്ക് എണീക്കാതിരിക്കുമ്പോഴേ നമ്മളോട് അവരുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നു. അവിടെ ആത്മാവിനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വിളിച്ചുണർത്തൂലേ, മോളെ മോനെ ക്ഷീണുണ്ടെന്നൊക്കെ അറിയാം, എണീക്ക്, നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിൽ നീ കിടന്നോ, കുഴപ്പമില്ല, തളർന്നിട്ടല്ലേ, നിസ്കരിക്ക്. അവിടെ മാത്രം നമ്മൾ എന്തിനു സെന്റിമെന്റ് കാണിക്കുക? നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവിടെ എത്തുമ്പോൾ അത് കുട്ടിക്ക് ഓൾക്കണ ബോധ്യമായിട്ടില്ല, ഓൾക്കണ ബോധ്യമാകുമ്പോൾ നിസ്കരിച്ചോട്ടെ, ഇങ്ങനെ പറയുന്നവരുണ്ട്. എത്ര ഗൗരവമാണത്. ഹിജാബ് ധരിക്കണില്ല, അവര് ഹിജാബ് ധരിക്കാതെ നടക്കുന്ന പെൺകുട്ടിയെ എന്തേ മക്കളോട് എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരോട് നിർബന്ധിച്ച അവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ, എന്നിട്ട് ഓൾക്ക് എന്നാ ബോധ്യപ്പെടുന്ന അന്നോള് ചെയ്തോളും. ഇതല്ല അതിന്റെ മറുപടി. ഒരു കുട്ടി റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഓടുകയാണ്, നിങ്ങളെ കൈ കൊതറിയിട്ട്, ഓടിക്കോട്ടെ കുട്ടിയല്ലേ എന്ന് പറയൂ നിങ്ങള്, അല്ല കൈ പിടിച്ചു വെക്കുവോ? ഓന് ബോധം ഉണ്ടാകുമ്പോൾ നിന്നോളൂ, അപ്പോഴേ കാറ് തട്ടി കഥ തീരൂലേ. ഓന് ബോധം ഉണ്ടാകുമ്പോൾ ഓടാതിരുന്നോട്ടെ, റോഡ് മുറിച്ച് സീബ്ര ലൈനിൽ ഗ്രീൻ സിഗ്നൽ മാത്രം കാണുമ്പോൾ മുറിച്ച് കടന്നോളൂ, ഇപ്പൊ കുട്ടിയല്ലേ ഓടിക്കോട്ടെ, അങ്ങനെ പറയാറുണ്ടോ നമ്മള്? എന്തുകൊണ്ട്? അതിന്റെ കോൺസിക്വൻസ് ഡേഞ്ചറാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വിട്ടുക എന്നതുപോലെ ഇത് ചെറുപ്പത്തിൽ തർബിയത്ത് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സ്വഭാവമാണ്. ആ തർബിയത്ത് കൊടുക്കാതെ വിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് അവർക്ക് മുഴുവൻ ഈ ചെറുപ്പത്തിൽ തന്നെ കൺവിൻസ് ആവണമെന്ന് ഒരു നിർബന്ധമല്ല. അത് മാതാപിതാക്കളോട് അള്ളാഹുവിന്റെ കൽപ്പനത, നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ പറയണം. നിസ്കാരം എന്താണ്, അതിന്റെ പുണ്യം എന്താണ്, അതിന്റെ ശ്രേഷ്ഠത എന്താ, ഇതൊക്കെ ബോധ്യപ്പെടാൻ സമയമെടുക്കും എന്ന് വിചാരിച്ച് അതുവരെ അവർ ഉഴപ്പി നടക്കണം എന്നാണോ പറഞ്ഞത്? ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ലേ? ചെറിയ മക്കളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നില്ലേ? ചെറിയ മക്കൾക്ക് എടുത്ത പൊങ്ങാത്തത്ര ബുക്കുമായിട്ട് ഒരു സ്കൂളിൽ പോകുന്നില്ലേ? അവൻ കുട്ടിയല്ലേ, ഇപ്പൊ ബോധമൊക്കെ ഉണ്ടായിട്ട് ഓൻ തന്നെ അങ്ങ് പഠിച്ചോളും പറയാറുണ്ടോ? കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നില്ലേ? ആ കുട്ടിക്ക് കൺവിൻസ് ആയിട്ടാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? എന്തുകൊണ്ട് ഇവൻ ഇപ്പൊ ABCD പഠിച്ചാലേ വലുപ്പത്തിൽ ഡിഗ്രി എഴുതാൻ പറ്റുള്ളൂ എന്ന പോലെ ഇപ്പൊ നിസ്കാരം പഠിപ്പിച്ചാലേ അവര് ഏത് ഹോസ്റ്റലിലും ഏത് ക്യാമ്പസിലും പോയി നിന്നാൽ അള്ളാനെ പിടിച്ച് ജീവിക്കുള്ളൂ. അതുകൊണ്ട് ഓൽക്ക് ബോധ്യപ്പെടട്ടെ എന്ന് പറയലല്ല അവരുടെ യുക്തി. ഇത് നമ്മളും നിരീശ്വരവാദവും തമ്മിലുള്ള വ്യത്യാസം തർക്കുസ്വലാ, നിസ്കാരം ഒഴിവാക്കുന്നിടത്താണ്. നിസ്കാരം ഒഴിവാക്കിയാൽ നമ്മൾ അവരൊരുപോലെ ആയിപ്പോയി. ബൈനനാ വ ബൈനൽ കുഫ്രി അസ്വലാ, നമ്മളും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ എന്ത് മുസ്ലിം? അവൻ മുസ്ലിമാണെന്ന് പേര് പറഞ്ഞാലും അവൻ മുസ്ലിം അല്ല. എന്തേ? നമ്മളും അവരും വേർതിരിക്കപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ഈ 5 നേരത്തെ ബന്ധത്തിലാണ്.